2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ മത്സരം കേരളീയർ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒന്നാണ്. അവസാന നിമിഷം വരെ ആകാംക്ഷയും പിരിമുറുക്കവും നിറഞ്ഞ മത്സരമായിരുന്നു പാലക്കാട് നടന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രത്യക്ഷത്തിൽ ത്രികോണ മത്സരമായിരുന്നു പ്രവചിക്കപ്പെട്ടിരുന്നതെങ്കിലും അവസാനം അത് കോൺഗ്രസ് BJP പോരാട്ടമായി മാറുകയായിരുന്നു. കോൺഗ്രസിലെ ഷാഫി പറമ്പിലും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച E. ശ്രീധരനും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടന്നത്. ഒടുവിൽ വിജയം ഷാഫി പറമ്പിലിന് ഒപ്പം നിൽക്കുകയായിരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിച്ചത് ഇടതുപക്ഷ പ്രൊഫൈലുകളായിരുന്നു എന്നുള്ളതും അന്ന് കൗതുകമുയർത്തിയ കാര്യമാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ഒരു സീറ്റ് നേടുമെന്ന് തോന്നിപ്പിച്ച ഇടത്തുനിന്നും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ മാറ്റിയ നിർണായകമായ നീക്കമായിരുന്നു പാലക്കാട് നടന്നത്. ഒരു സാഹചര്യത്തിൽ വളരെ മുന്നിലായിരുന്ന E. ശ്രീധരൻ അവസാന നിമിഷം പിന്നിലേക്ക് തള്ളപ്പെടുകയായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ വോട്ടും ഷാഫി പറമ്പിലിന് ലഭിച്ചു എന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ്. അതില്ലായിരുന്നു എങ്കിൽ ഷാഫിയെ തോൽപ്പിച്ച് E. ശ്രീധരൻ അവിടെ വിജയം സ്വന്തമാക്കിയേനെ. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജീവൻ മരണ പോരാട്ടം നടത്തി പാലക്കാട് വിജയം സ്വന്തമാക്കിയ ഷാഫി പറമ്പിലിനെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും പ്രസ്തുത മണ്ഡലത്തിൽ നിന്ന് മാറ്റില്ല എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. ഷാഫിക്ക് പകരം വയ്ക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മറ്റാരുമില്ല എന്നുള്ളത് തന്നെയായിരുന്നു കാരണം. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് നേതൃത്വം വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിയോഗിക്കുകയായിരുന്നു. തുടക്കത്തിൽ മണ്ഡലം മാറുന്നതിനോട് ഒഴിവ് കഴിവുകൾ പറഞ്ഞെങ്കിലും പിന്നീട് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ ഷാഫി വടകരയിൽ മത്സരിക്കാൻ എത്തുകയും CPMൻ്റെ ശക്തയായ സ്ഥാനാർത്ഥി KK ശൈലജയെ തോൽപ്പിക്കുകയും ചെയ്തു. നിലവിൽ ഷാഫി പറമ്പിൽ ഒരു ലോക്സഭാ MP ആണ്. സ്വാഭാവികമായും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം ഷാഫിക്ക് രാജിവെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കുമെന്നുള്ള കാര്യം വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്നാൽ അതിനും വഴിയൊരുക്കിയിട്ടാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താൻ വടകര മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ പകരം നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തൻ്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസിൽ തൻ്റെ പിൻഗാമിയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണമെന്നൊരു നിർദ്ദേശം ഷാഫി നേരത്തെ നൽകിയിരുന്നു എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെക്കൊണ്ട് സമ്മതിപ്പിച്ച ശേഷമാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വണ്ടി കയറിയത്. ഷാഫി പറഞ്ഞതുപോലെ തന്നെ വടകരയിൽ വലിയ വിജയം സ്വന്തമാക്കുകയും ചെയ്തു. സ്വാഭാവികമായും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഷാഫിയുടെ നോമിനി സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള കാര്യവും കോൺഗ്രസ് പ്രവർത്തകർ ഉറപ്പിച്ചു. എന്നാൽ അതിനിടയിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ചില പ്രതിബന്ധങ്ങൾ സംഭവിക്കുകയായിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായ രാഹുൽ മാങ്കൂട്ടത്തേക്കാൾ സീനിയോറിറ്റി ഉള്ള ചിലർക്ക് വേണ്ടി മറ്റു ചിലർ വാദങ്ങൾ ഉയർത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിത്വം ആശങ്കയിലാവുകയും ചെയ്തു. എന്നാൽ രണ്ടും കൽപ്പിച്ച് വടകരയിൽ മത്സരിക്കാൻ താൻ എത്തി വിജയം സ്വന്തമാക്കിയതിനാൽ താൻ പറയുന്നത് നേതൃത്വം അംഗീകരിക്കണമെന്ന നിലപാടിലാണ് ഷാഫി നിന്നത്. നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെ പാലക്കാട് സീറ്റ് നൽകണമെന്നും ഷാഫി പറമ്പിൽ കടുത്ത നിലപാട് എടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. അതിന് പ്രകാരമാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അനൗദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും അത് ആരാണെന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് ഷാഫി സംസാരിച്ചത്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാക്കാൻ യുവ നേതാവ് എത്തുമെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ഷാഫി. ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. പാലക്കാട്ടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും നാട്ടിലെ വികസനത്തിനും കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനായ നേതാവ് തന്നെ വരുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സ്ഥാനാർത്ഥി ചർച്ചകൾ ഔദ്യോഗികമായി ആരംഭിക്കുമ്പോൾ പാർട്ടി ഫോറത്തിൽ തനിക്ക് പറയാനുള്ള അഭിപ്രായം വ്യക്തമാക്കുമെന്നും വടകര MP പറഞ്ഞു. ഇതിൽ നിന്ന് ഏകദേശം കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. പാലക്കാട്ട് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനായ നേതാവ് തന്നെ സ്ഥാനാർത്ഥിയായി എത്തുമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും അത് ആരെക്കുറിച്ചാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഷാഫി പറയുന്നതിനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് പോലെ ഉറപ്പായും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും. അതേസമയം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണ നടന്ന തെരഞ്ഞെടുപ്പുകളിലും CPM സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തായിരുന്നു. ഒരു കാലത്ത് CPM കൈവശം വച്ചിരുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട്. പക്ഷേ അടുത്ത കാലത്ത് തിരഞ്ഞെടുപ്പുകളിൽ CPM 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് ശരാശരിയിൽ CPM പിന്നിലേക്ക് പോയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രസ്തുത ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പുതിയൊരു പരീക്ഷണത്തിന് CPM ഒരുങ്ങുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പെരിങ്ങോട്ടുകുറിച്ചിയിലെ വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനകളാണ് CPMൽ നടക്കുന്നതെന്നാണ് വിവരം. ഗോപിനാഥിനെ പോലൊരാൾ മത്സരിച്ചാൽ ഈ സാഹചര്യത്തിൽ CPMന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് CPM നേതാക്കൾ ചർച്ച നടത്തിയതായി AV ഗോപിനാഥും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് നിലവിൽ AV ഗോപിനാഥ്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ മത്സരിക്കാനില്ലാത്തതെന്നും ഗോപിനാഥ് പ്രതികരിച്ചു. എന്നാൽ ഇതൊരു അവസാന വാക്കലെന്ന പ്രതീക്ഷയിലാണ് CPM. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. പാലക്കാട് നഗരസഭ BJP ആണ് ഭരിക്കുന്നത്. മാത്തൂരും പിരായിരും
UDF-നാണ് ഭരണം. കണ്ണാടിയിൽ മാത്രമാണ് CPM-ന് ഭരണമുള്ളത്. പാലക്കാട് മണ്ഡലത്തിൽ നിലവിൽ 3-ാം സ്ഥാനത്താണ് CPM എങ്കിലും മണ്ഡലത്തിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഇപ്പോഴും സജീവമാണെന്നാണ് വിലയിരുത്തൽ. ഗോപിനാഥിനെ പോലുള്ള കരുത്തനെ നിർത്തിയാൽ കോൺഗ്രസ് വോട്ടുകൾ വിഘടിക്കുമെന്നാണ് CPM പ്രതീക്ഷ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വലിയ മാറ്റമില്ലാതെ തുടരുന്ന ഇടതുപക്ഷ വോട്ടുകൾക്കൊപ്പം ഗോപിനാഥിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ നേടുന്ന വോട്ടുകളും കൂടി ചേരുമ്പോൾ ജയിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPM ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ജനവികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ലെന്നും CPM കരുതുന്നുണ്ട്.